ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 2026 ജൂൺ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം കടക്കുവാൻ പോകുന്നു. ഈയൊരു ആഴ്ച ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത നല്ല വാർത്തകളും ഭാഗ്യ അനുഭവങ്ങളും വന്നു ചേരും. അതായത് തൊഴിൽ, ധനം, കുടുംബം, ആരോഗ്യം, ദാമ്പത്യം തുടങ്ങിയ എന്നീ വിവിധ മേഖലകളിൽ ഈയൊരു ഗ്രഹങ്ങളുടെ സ്ഥാനം വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കും. ജൂൺ മാസം 7 മുതൽ ജൂൺ മാസം 13 തീയതി വരെയുള്ള ഒരാഴ്ചത്തെ വാരഫലമാണ്. ആദിത്യൻ ഈയൊരു കാലം ഇടവം രാശിയിൽ രോഹിണി, മകയിരം, ഞാറ്റുവേലയിലാണ്. അതുപോലെ ചന്ദ്രൻ കറുത്ത പക്ഷത്തിലും ശുക്രൻ മിഥുനത്തിലും കർക്കിടകത്തിലുമായി സഞ്ചരിക്കുന്നു. ചൊവ്വ മേടത്തിൽ തന്നെയാണ്. ബുധൻ മിഥുനത്തിലും തുടരുന്നു. വ്യാഴം ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലാണ്. ശനി മീനം രാശിയിലും രാഹു കുംഭം രാശിയിലുമായി സഞ്ചരിക്കുന്നു. അതുപോലെ കേതു ചിങ്ങത്തിലും. ഈയൊരു ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്ര ജാതകരുടെ ഈ ആഴ്ചത്തെ രാശിഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തികയുടെ 1-ാം പാദത്തിൽ ഉൾപ്പെടുന്ന മേട രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ചയിൽ വളരെയധികം നിർണായകമായ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ ആത്മവിശ്വാസവും പ്രവർത്തന മികവും വർദ്ധിക്കും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച പൂർത്തീകരിക്കുവാനുള്ള അവസരം ലഭിക്കുകയും ചില ആളുകൾക്ക് പുതിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുവാനും ഇടയുള്ള വാരമാണ്. കുടുംബകാര്യങ്ങളിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തന്നെ പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായി ചില അപ്രതീക്ഷിത ചിലവുകൾ വന്നു ചേരുമെങ്കിലും വരുമാന മാർഗങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം പുരോഗതി ദൃശ്യമാകും. ആരോഗ്യകാര്യത്തിൽ അമിതമായ മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, തലവേദന, അതുപോലെ വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവ ഉള്ള ആളുകളാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ഭക്ഷണക്രമത്തിലും വിശ്രമത്തിലും കൂടുതൽ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ യാത്രകളെല്ലാം തന്നെ ഈ ആഴ്ച നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുമെങ്കിലും വേഗതയേറിയ തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഈയൊരു ആഴ്ച ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ ചൊവ്വാഴ്ച ദിവസം ഓം ആഞ്ജനേയായ നമഃ എന്ന മന്ത്രം ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അതുപോലെ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നതും ചുവപ്പ് നിറത്തിലുള്ള പുഷ്പങ്ങളാൽ അർച്ചന നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച ധനകാര്യവും കുടുംബപരവുമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമായ സമയമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കുവാനും അതുപോലെ പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുവാനും ഇടയുണ്ട്. വ്യാപാര രംഗത്തുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ പഴയ കുടിശ്ശികകൾ ലഭിക്കുന്നതിനും പുതിയ കരാറുകൾ നേടുന്നതിനും അനുകൂലമായ സാഹചര്യം വന്നു ചേരും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാൻ ഇടയുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ള ആളുകളെ വേദനിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികമായി വരവും ചെലവും ഏകദേശം തുല്യമായി വരുന്ന ഒരു ആഴ്ചയാണ്. ആരോഗ്യകാര്യത്തിൽ കഴുത്ത്, തൊണ്ട, ഷുഗർ, രക്തസമ്മർദ്ദം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ ഈയൊരു കാര്യങ്ങൾ അവഗണിക്കാതിരിക്കുക. അതുപോലെ ഭക്ഷണത്തിൽ നിയന്ത്രണവും സമയബന്ധിതമായ വിശ്രമവും ഈ ആഴ്ച ആവശ്യമാണ്. ഈ ആഴ്ച മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി അഷ്ടോത്തര ശതനാമം ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ
ശിവക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിക്കുന്നതും അന്നദാനം നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും മനഃശാന്തിയും വർദ്ധിപ്പിക്കുവാൻ വളരെയധികം ഗുണകരമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന നിങ്ങൾക്ക് ഈ ആഴ്ച ജീവിതത്തിൽ പുതിയ ചിന്തകളും തീരുമാനങ്ങളും വന്നു ചേരുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ ആശയങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുവാനും കഴിയും. പഠന രംഗത്തുള്ള ആളുകൾക്ക് മത്സര പരീക്ഷകളിലും അഭിമുഖങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ സംസാരം മാധുര്യം ആക്കുന്നതുവഴി പ്രശ്നങ്ങൾ എല്ലാം തന്നെ പരിഹരിക്കുവാൻ സഹായിക്കുന്നതാണ്. സാമ്പത്തികമായി അപ്രതീക്ഷിത നേട്ടങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരുന്ന ഒരു വാരമായതിനാൽ നിങ്ങൾക്ക് ലോട്ടറി, ചിട്ടി എന്നീ രീതിയിലുള്ള അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുന്നത് വഴിയും സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം. ആരോഗ്യ കാര്യത്തിൽ നിങ്ങൾക്ക് അലർജി, ചുമ, ജലദോഷം, നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ, ക്ഷീണം എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രകളെല്ലാം തന്നെ രാത്രിയിൽ നിന്നും മാറ്റി വയ്ക്കുന്നത് ഗുണകരമാകും. ഈ ആഴ്ച നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ബുധനാഴ്ച ദിവസം ഓം നമോ നാരായണായ മന്ത്രം ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. വിദ്യാർത്ഥികൾക്കും ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കും ഗണപതി ഹോമത്തിൽ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വളരെയധികം ഗുണകരമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന നിങ്ങൾക്ക് ഈയൊരു ആഴ്ച കുടുംബപരവും മാനസികവുമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ്. വീട്ടിൽ ഏറെ നാളുകളായി ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. അതുപോലെ ജോലി രംഗത്ത് മേലധികാരിയുടെ പിന്തുണ ലഭിക്കുവാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുമുള്ള യോഗമുണ്ട്. ചിലർക്ക് സ്ഥലം മാറ്റം അല്ലെങ്കിൽ യാത്രാ സംബന്ധമായ തീരുമാനമുണ്ടാകും. സാമ്പത്തികമായി പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുമെങ്കിലും കുടുംബ ആവശ്യങ്ങൾക്കായി അധികമായ ചിലവുകൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അതുപോലെ ബന്ധുക്കളുമായുള്ള ആശയവിനിമയത്തിൽ ക്ഷമ പാലിക്കുന്നത് പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ വളരെയധികം ഗുണകരമാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് വയറു സംബന്ധമായ പ്രശ്നങ്ങൾ, അമിതമായ ക്ഷീണം, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ജലസംബന്ധമായ രോഗങ്ങൾക്കും ചെറിയ അലർജി പ്രശ്നങ്ങൾക്കും സാധ്യതയുള്ള ഒരു വാരമാണ്. ഈ ആഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും തിങ്കളാഴ്ച ദിവസത്തിൽ ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അതുപോലെ ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നതും ഭക്ഷണം ദാനം നടത്തുന്നതും മനഃശാന്തിയും കുടുംബ സൗഖ്യവും വർദ്ധിപ്പിക്കുവാൻ വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചിങ്ങരാശിക്കാരാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങരാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരാഴ്ച ആത്മവിശ്വാസവും നേതൃത്വ ശേഷിയും വളരെയധികം ഉയരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് എല്ലാവിധ കഴിവുകളും നിങ്ങളുടെ അംഗീകരിക്കപ്പെടുകയും മേലധികാരികളുടെ പ്രശംസ ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ പുതിയ പദ്ധതികൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെങ്കിലും അമിതമായ വാശി ഒഴിവാക്കുന്നത് വളരെയധികം ഗുണകരമാണ്. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും ആഡംബര ചെലവുകൾ നിങ്ങൾ വളരെയധികം നിയന്ത്രിക്കേണ്ടതാണ്. അതുപോലെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. ആരോഗ്യപരമായി നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, രക്തസമ്മർദ്ദം, ശരീരക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചൂട് കൂടുതലാകുന്ന ഭക്ഷണങ്ങൾ കുറയ്ക്കുകയും മതിയായ വിശ്രമം എടുക്കുകയും വേണം. ഈ ആഴ്ച സൂര്യനാരായണ പ്രാർത്ഥന നടത്തുന്നതും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നതും ഏറെ ഗുണകരമാണ്.
അതുപോലെ ഞായറാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുകയും തില ദീപം തെളിയിക്കുകയും ചെയ്യുന്നത് ദോഷശാന്തിക്കും ഭാഗ്യവർദ്ധനവിനും വളരെയധികം ഉത്തമമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന നിങ്ങൾക്ക് ഈയൊരു ആഴ്ച പ്രവർത്തന മികവും ചിന്താശേഷിയും വളരെയധികം വർദ്ധിക്കുന്ന ഒരു കാലമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കൃത്യതയും ആത്മാർത്ഥതയും അംഗീകരിക്കപ്പെടുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. പഠന രംഗത്തുള്ളവർക്ക് പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും വളരെയധികം ക്ഷമയോടെയുള്ള നിങ്ങളുടെ സമീപനം സമാധാനം നിലനിർത്തുവാൻ സഹായിക്കും. സാമ്പത്തികമായി വരുമാന പുരോഗതി ഉണ്ടാകുമെങ്കിലും വീടിനും കുടുംബ ആവശ്യങ്ങൾക്കും വളരെയധികം ചെലവ് ഉയരുന്നതാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് വയറു സംബന്ധമായ പ്രശ്നങ്ങൾ, ചർമ്മ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ആഹാരക്രമത്തിലും നിയന്ത്രണം പാലിക്കുകയും ആവശ്യത്തിന് വിശ്രമത്തിനുള്ള സമയം കണ്ടെത്തുകയും വേണം. ഈ ആഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ബുധനാഴ്ച ദിവസം ഗണപതി ഹോമത്തിൽ പങ്കെടുക്കുന്നതും വളരെയധികം ഗുണകരമാണ്. ഓം ഗം ഗണപതിയെ നമഃ എന്ന മന്ത്രം ജപിക്കുന്നതും വിദ്യാർത്ഥികൾക്ക് പുസ്തകം ദാനം ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യ അനുഭവങ്ങളും മാനസികമായ സമാധാനവും വർദ്ധിപ്പിക്കുവാൻ വളരെയധികം ഗുണകരമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിരയുടെ അവസാന പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന നിങ്ങൾക്ക് ഈയൊരു ആഴ്ച ബന്ധങ്ങളിലും തൊഴിൽ കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ജോലി രംഗത്ത് പുതിയ അവസരങ്ങൾ വരികയും ചിലർക്ക് സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പുതിയ ചുമതലകൾ ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. വ്യാപാര രംഗത്തുള്ള ആളുകൾക്ക് പങ്കാളിത്ത കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങളുണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാൻ ഇടയുള്ള ഒരു ആഴ്ചയാണ്. എന്നാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായവും പരിഗണിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. സാമ്പത്തികമായി ഈ ആഴ്ച നിങ്ങൾക്ക് വരുമാനത്തിൽ വളരെ വലിയ പുരോഗതി ഉണ്ടാകുമെങ്കിലും ആഡംബര ചെലവുകൾ നിയന്ത്രിക്കേണ്ട സാഹചര്യമുണ്ടാകും. ആരോഗ്യകാര്യത്തിൽ കഴുത്തുവേദന, നടുവേദന, ക്ഷീണം, ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ വെള്ളം കുടിക്കുന്നതും വിശ്രമം ഉറപ്പാക്കുന്നതും ആരോഗ്യകാര്യത്തിന് വളരെയധികം ഗുണകരമാണ്. ഈയൊരു ആഴ്ച മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുന്നതും വെള്ളിയാഴ്ച ദിവസം ദീപാരാധനയിൽ പങ്കെടുക്കുന്നതും ഏറെ അനുകൂലമായ ഫലങ്ങൾ സമ്മാനിക്കും. അതുപോലെ ഓം ശ്രീ മഹാലക്ഷ്മി നമഃ എന്ന മന്ത്രം ജപിക്കുന്നതും വസ്ത്രം ദാനം നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും കുടുംബ സൗഖ്യവും വർദ്ധിപ്പിക്കുവാൻ വളരെയധികം ഗുണകരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന നിങ്ങൾക്ക് ഈയൊരു ആഴ്ച ജീവിതത്തിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം വന്നു ചേരും. തൊഴിൽ രംഗത്ത് ഏറെ നാളായി നിങ്ങൾ കാത്തിരുന്ന അവസരങ്ങൾ ലഭിക്കുവാനും നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. ചിലർക്ക് പുതിയ ജോലി, അതുമല്ലെങ്കിൽ സ്ഥലം മാറ്റം, അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല വാർത്തകൾ ലഭിക്കും. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ സഹിഷ്ണുത പ്രശ്നങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുവാൻ സഹായിക്കും. സാമ്പത്തികമായി വരുമാനത്തിൽ പുരോഗതി കാണുന്ന ഒരു ആഴ്ചയാണ്. അനാവശ്യമായ ചെലവുകൾ കഴിവതും നിയന്ത്രിക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ ക്ഷീണം, രക്തസമ്മർദ്ദ വ്യതിയാനങ്ങൾ, തലവേദന, ഉറക്കക്കുറവ്, അതുപോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രകളിലും കൂടുതൽ ജാഗ്രത ആവശ്യമായ ഒരു വാരമാണ്. ഈ ആഴ്ച സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ചൊവ്വാഴ്ച ദിവസം പാൽ അഭിഷേകം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. ഓം ശരവണ ഭവായ നമഃ എന്ന മന്ത്രം ജപിക്കുന്നതും അന്നദാനം നടത്തുന്നതും നിങ്ങൾക്ക് വന്നു ചേരുന്ന ദോഷശാന്തിക്കും ആത്മവിശ്വാസ വർധനവിനും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്ന നിങ്ങൾക്ക് ഈയൊരു
ആഴ്ച വളരെയധികം പ്രവർത്തന ഉത്സാഹവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ പദ്ധതികൾ ആരംഭിക്കുവാനും മേലധികാരിയുടെ പിന്തുണ നേടുവാനുമുള്ള യോഗമുണ്ട്. അതുപോലെ വിദേശവുമായി ബന്ധപ്പെട്ട യാത്രകൾ, പഠനയാത്രകൾ എന്നിവയിൽ അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനും ബന്ധുക്കളുമായി പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവസരം ലഭിക്കും. സാമ്പത്തികമായി വരുമാനം വർദ്ധിച്ചാലും ചില അപ്രതീക്ഷിതമായ ചെലവുകൾ ഈ ആഴ്ച വന്നു ചേരും. അതിനാൽ തന്നെ സാമ്പത്തികമായ നിയന്ത്രണം പാലിക്കുന്നത് വളരെയധികം നല്ലതാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് കാലുവേദന, അമിതമായ ക്ഷീണം, കരൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രകളിലും കൂടുതൽ ജാഗ്രത പാലിക്കുക. ഈയൊരു ആഴ്ച ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഏറെ ഗുണകരമാണ്. അതുപോലെ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രധാരണം സ്വീകരിക്കുന്നതും വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണങ്ങൾ ദാനം ചെയ്യുന്നതും ഭാഗ്യവർദ്ധനയ്ക്കും മനഃശാന്തിക്കും ഗുണകരമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകര രാശിക്കാരായ നിങ്ങൾക്ക് വളരെയധികം ഉത്തരവാദിത്തങ്ങളും പ്രവർത്തന ഭാരവും വർദ്ധിക്കുന്ന ഒരു വാരമാണ്. ജോലി രംഗത്ത് നിങ്ങളുടെ ക്ഷമയും പരിശ്രമവും മികച്ച ഫലങ്ങൾ സമ്മാനിക്കും. ഏറെ നാളുകളായി മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ വീണ്ടും സജീവമാകുവാനും പുതിയ കരാറുകൾ ലഭിക്കുവാനും ഇടയുണ്ട്. കുടുംബത്തിൽ മുതിർന്നവരുടെ ഉപദേശങ്ങൾ വളരെയധികം ഗുണകരമാകും. ചിലർക്ക് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ട സാഹചര്യം ഉദയം ചെയ്യും. സാമ്പത്തികമായ വരുമാനത്തിൽ സ്ഥിരത ഉണ്ടാകുമെങ്കിലും വായ്പ, കടം, വീട് പണികൾ തുടങ്ങിയ കാരണത്താൽ ചെലവുകൾ വർദ്ധിക്കുവാനിടയുണ്ട്. മുട്ടുവേദന, നടുവേദന, ക്ഷീണം, രക്തസമ്മർദ്ദം എന്നിവ ഉള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്രമക്കുറവ് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുവാൻ ഇടയുള്ള കാര്യമായതിനാൽ ഉറക്കം നിങ്ങൾക്ക് അനിവാര്യമാണ്. ഈ ആഴ്ച ശനീശ്വര പ്രാർത്ഥന നടത്തുന്നതും വെള്ളിയാഴ്ച ദിവസം എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നതും ഏറെ ഗുണകരമാണ്. അതുപോലെ തന്നെ എള്ള് ദാനം ചെയ്യുന്നതും ദോഷശാന്തിക്കും ജീവിതത്തിൽ സ്ഥിരതയ്ക്കും വളരെയധികം ഉത്തമമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പോരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ പുതിയ ആശയങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരുന്ന ഒരു വാരമാണ്. തൊഴിൽ രംഗത്ത് സൃഷ്ടിപരമായ ചിന്തകൾക്ക് അംഗീകാരം ലഭിക്കുകയും പുതിയ പദ്ധതികളിൽ പങ്കാളിയാകുവാനുമുള്ള അവസരം വന്നുചേരും. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ വളരെയധികം ലഭിക്കുന്ന ഒരു വാരമാണ്. കുടുംബത്തിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ സൗമ്യമായ സമീപനം പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറും. സാമ്പത്തികമായി അപ്രതീക്ഷിതമായ വരുമാന സാധ്യതകൾ ഉണ്ടെങ്കിലും അനാവശ്യമായ ചെലവുകളും നിങ്ങൾ നിയന്ത്രിക്കേണ്ടതാണ്. ആരോഗ്യപരമായി കഴുത്തുവേദന, കാലുവേദന, ഉറക്കക്കുറവ്, രക്തസമ്മർദ്ദ വ്യതിയാനങ്ങൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ വെള്ളം കുടിക്കുന്നതും യാത്രകളിൽ ജാഗ്രത പാലിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഈയൊരു ആഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശനിയാഴ്ച ധ്യാനം, പ്രാർത്ഥനയ്ക്കും സമയം കണ്ടെത്തുന്നതും ഏറെ ഗുണകരമാണ്. അതുപോലെ ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നതും വിദ്യാർത്ഥികളായ ആളുകൾക്ക് പുസ്തകം ദാനം നടത്തുന്നതും മനഃശാന്തിയും ഭാഗ്യവർദ്ധനവും വർദ്ധിപ്പിക്കുവാൻ കാരണമാകും. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളും ചിന്തകളും വർദ്ധിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് ഏറെ നാളായി നിങ്ങൾ കാത്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും. അതുപോലെ മേലധികാരിയുടെ പിന്തുണ ലഭിക്കും. കലാരംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനും ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പം ഉണ്ടാകുവാനും ഇടയുള്ള വാരമാണ്. സാമ്പത്തികമായി നിങ്ങൾക്ക് വരുമാനത്തിൽ മെച്ചം ഉണ്ടാകും. അതുപോലെ അനാവശ്യമായ സഹായങ്ങൾക്കും ചെലവുകൾക്കും നിയന്ത്രണം വേണം. ആരോഗ്യകാര്യത്തിൽ ജലദോഷം, കാലുവേദന, മാനസികമായ ക്ഷീണം, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്.
അതുപോലെ ഈയൊരു ആഴ്ച ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം ദർശിക്കുകയും അതുപോലെ ദേവീ ക്ഷേത്ര ദർശനം നടത്തുകയും വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമ മന്ത്രം ജപിക്കുന്നതും ഏറെ ഗുണകരമാണ്. ഓം നമോ നാരായണായ മന്ത്രം ജപിക്കുന്നതും ദരിദ്രരായ ആളുകൾക്ക് അന്നദാനം നടത്തുന്നതും മനഃശാന്തിക്കും ഐശ്വര്യവർദ്ധനവിനും ഏറെ ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.